ഹലോ സ്ക്രീനിൽ കാണുന്നത് 2025 JEE അഡ്വാൻസ് പേപ്പർ 2 ആസ് യൂഷ്വൽ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ആൻഡ് ദിസ് ഈസ് ഫ്രം മോഡേൺ ഫിസിക്സ്. It says that there is a hydrogen atom which is initially at rest. അത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. It absorbs a photon of frequency f1 and ejects the electron with kinetic energy. It will be 10 electron volt. കൈനറ്റിക് എനർജി 10 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഹൈഡ്രജൻ ആറ്റം റെസ്റ്റിലാണ്. ആ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ഒരു ഫോട്ടോൺ വരുന്നു, അതിനെ അബ്സോർബ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ ഫ്രീ ആവുന്നു. ആ ഇലക്ട്രോണിൻ്റെ എനർജി 10 ഇലക്ട്രോൺ വോൾട്ടാണ്. ദിസ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ദെൻ കമ്പൈൻസ് വിത്ത് എ പോസിട്രോൺ. ആ ഇലക്ട്രോൺ പോയിട്ടൊരു പോസിട്രോണായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ പോസിട്രോൺ എന്താ ചെയ്യുന്നത്? അത് റെസ്റ്റിലാണ്. ഇറ്റ് വാസ് അറ്റ് റെസ്റ്റ്. ദെൻ ദേ ഫോം എ പോസിട്രോണിയം ആറ്റം. ആദ്യത്തേത് ഹൈഡ്രജൻ ആറ്റമാണ്, ഇത് പോസിട്രോണിയം ആറ്റമാണ്. ആ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ആൻഡ് അതിൻ്റെ കൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സൈമൾട്ടേനിയസ്ലി എമിറ്റ്സ് എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി F2. അപ്പോൾ രണ്ടാമതൊരു ഫോട്ടോൺ അത് എമിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫ്രീക്വൻസി F2 ആണ്. അപ്പോൾ മെക്കാനിസം നോക്കൂ. ദർ ഈസ് എ ഫോട്ടോൺ ഫ്രീക്വൻസി F1. അത് വരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിലാണ്. ഹൈഡ്രജൻ ആറ്റം റെസ്റ്റിലാണ്. അതിനെ അബ്സോർബ് ചെയ്തു. ആസ് എ റിസൾട്ട് അതിൽ നിന്നൊരു ഇലക്ട്രോൺ പുറത്തോട്ട് വന്നു. ആ ഇലക്ട്രോൺ ഒരു പോസിട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു പോസിട്രോണിയം ആറ്റം ഉണ്ടാക്കി. ആ പോസിട്രോണിയം ആറ്റം റെസ്റ്റിലാണ്, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. പ്ലസ് അതിൽ നിന്നൊരു ഫോട്ടോൺ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്തു. ഇതാണ് മെക്കാനിസം. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റിസൾട്ടിംഗ് പോസിട്രോണിയം മൂവ്സ് വിത്ത് എ കൈനറ്റിക് എനർജി ഓഫ് 5 ഇലക്ട്രോൺ വോൾട്ട്. ആ ഫോം ചെയ്ത പോസിട്രോണിയം ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ബട്ട് അതെന്ത് ചെയ്യുന്നു? അതിന് ശേഷം അത് ഒരു 5 ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജിയായിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് എ കൈനറ്റിക് എനർജി 5 ഇലക്ട്രോൺ വോൾട്ട്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് പോസിട്രോൺ ഹാസ് ദ സെയിം മാസ് ആസ് ദാറ്റ് ഓഫ് ദി ഇലക്ട്രോൺ. അവിടെ ഒരു വമ്പൻ ഐഡിയ ഉണ്ട്. പോസിട്രോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും സെയിം ആണ്. അപ്പോൾ സംഭവിക്കുന്ന മെക്കാനിസം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. ആൻഡ് ദ പോസിട്രോണിയം ആറ്റം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ബോർ ആറ്റം. ബോർ ആറ്റത്തിൻ്റെ തിയറി, പ്രിൻസിപ്പിൾ, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കൺസിഡറിങ് നോ അതർ എനർജി ലോസ്. വേറൊരു എനർജി ലോസും ഇല്ല ഇതിൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഫോട്ടോൺ എനർജി. ആദ്യത്തെ ഫോട്ടോണിൻ്റെ എനർജി എത്രയായിരിക്കണം? HF1 ആണ്. രണ്ടാമത്തെ എത്രയാണ്? HF2 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേത് ഒരു ഹൈഡ്രജൻ ആറ്റമാണ്. ഇൻ എ ഹൈഡ്രജൻ ആറ്റം യു ഹാവ് എ മാസീവ് പ്രോട്ടോൺ ആൻഡ് ദിസ് ഇലക്ട്രോൺ ഈസ് മൂവിങ് അറൗണ്ട് ഇറ്റ്. ഇത് എർത്തിന് ചുറ്റും മൂൺ കറങ്ങുന്നത് പോലെയാണ് ഏകദേശമൊക്കെ. ശരിക്കും കറക്കം നടക്കുന്ന എവിടെയാണെന്നറിയാമോ? വെനെവർ യു ഹാവ് ദിസ്, ഒരു ബൈനറി സിസ്റ്റം അല്ലേ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റുമാണ് ഇത് കറങ്ങുന്നത്. ബട്ട് മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് അറൗണ്ട് 1840 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ട് ഈ പ്രോട്ടോൺ റെസ്റ്റിലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ബോർ മോഡൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. ഓൺലി ഇലക്ട്രോൺ ഹാസ് ദിസ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇതിൻ്റെ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? -me⁴ ഡിവൈഡഡ് ബൈ 8ε0² h² n². ഇത്രയുമാണ് ഈ ഇലക്ട്രോണിൻ്റെ, ഈ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ പ്രോട്ടോൺ ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. ബട്ട് വാട്ട് അബൌട്ട് പോസിട്രോണിയം ആറ്റം? പോസിട്രോണിയം ആറ്റത്തിൽ 2 പാർട്ടികൾ, ഒന്ന് ഇലക്ട്രോണാണ്, ഒന്ന് പോസിട്രോണാണ്. രണ്ടിനും ഈക്വൽ മാസാണ്. സോ രണ്ടും റിവോൾവ് ചെയ്യും. ബൈനറി സിസ്റ്റമാണ്. ദേ വിൽ മൂവ് ഇൻ എ സർക്കിൾ. പരസ്പരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എബൌട്ട് ദെയർ സെൻറ്റർ ഓഫ് മാസ്. സോ ബോത്ത് ഓഫ് ദം വിൽ ഹാവ് വാട്ട് എനർജി. ദ എം ഹിയർ ഇൻ ദ ടേം ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അത് ഇലക്ട്രോണിൻ്റെ മാസാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ബോർ മോഡൽ അപ്ലൈ ചെയ്യുമ്പം അത് ഇതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ആയിരിക്കും. പോസിട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും റെഡ്യൂസ്ഡ് മാസാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് റെഡ്യൂസ്ഡ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? m1 m2 ബൈ m1 + m2 ആണ്. രണ്ടിൻ്റെയും മാസ് ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് എത്രയാണ് കിട്ടുന്നത്? m/2 കിട്ടും. So for the positronium atom,
അതർ ദാൻ ദിസ് ടേം നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ് ബോർഡ് മോഡലിൽ നമുക്ക് കിട്ടുന്നത് n², ബട്ട് എമ്മിന് പകരം എത്ര വരണം, m/2 വരണം. സോ ദിസ് വിൽ ബിക്കം 1/2 ഓഫ് ദ എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ പോസിട്രോണിയം ആറ്റത്തിൽ വരുമ്പോൾ അതെന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിലെ നോക്കൂ, ബാക്കി എല്ലാ ടേമും സെയിം ആണ്, ഓൺലി മാസ് ടേം ബിക്കംസ് ഹാഫ്. അതുകൊണ്ട് ഈ എനർജി -6.8 ഇലക്ട്രോൺ വോൾട്ടായിട്ട് മാറും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ ചോദ്യത്തിൽ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ എനർജി എത്ര എടുക്കണം? -13.6 ഇലക്ട്രോൺ വോൾട്ട് എടുക്കണം. പോസിട്രോണിയം ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയുന്നുണ്ട്. പോസിട്രോണിയം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതിൻ്റെ എനർജി എത്ര എടുക്കേണ്ടത്? -6.8 ഇലക്ട്രോൺ വോൾട്ടാണ്, ബിക്കോസ് ഓഫ് ദ മാസ് ഡിഫറൻസ്. അടുത്തത്, ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ ഒരു ഫോട്ടോൺ അബ്സോർവ് ചെയ്താൽ ഇറ്റ് എമിറ്റ് അൻ ഇലക്ട്രോൺ. അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഷൂട്ടിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ. ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തോട്ട് വരുമ്പോൾ ഗൺ വിൽ ഹാവ് എ റീകോയിൽ. ബട്ട് ഇഫ് ദ ഗൺ ഈസ് മാസീവ്, റീകോയിൽ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഇവിടെ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പം ദ പ്രോട്ടോൺ, ദ ന്യൂക്ലിയസ് ബീങ് മാസീവ്, അത് റെസ്റ്റിലാണെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. അതിനൊരു റീകോയിൽ എനർജി ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു റീകോയിൽ എടുക്കാനുള്ള ഡേറ്റ അവിടെ തന്നിട്ടില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ് നൗ സിമ്പിൾ. വളരെ സിമ്പിളാണ്, എനർജി കൺസർവേഷൻ ആണ്. ഓക്കെ, ഇനീഷ്യലി ദ ഫോട്ടോൺ with energy HF1 collides with the atom. The atom in the ground state has an energy of -13.6 electron volt. ഇതാണ് ഇനീഷ്യൽ എനർജി. Just after that collision, the nucleus is at rest. അതിൻ്റെ kinetic energy 0 ആണ്. Electrons getting separated, so there is no potential energy for this single proton. Potential energy 0 ആണ്, neglecting the presence of other materials around you. But the electron, again, electron individually അതിന് potential energy ഇല്ല, because the interaction from the proton is like distance കൂടുതലായിരിക്കും. അത് അയണൈസ്ഡ് ആയല്ലോ, അതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പക്ഷേ അതിന് കൈനറ്റിക് എനർജി എത്രയുള്ളത്? 10 ഇലക്ട്രോൺ വോൾട്ടാണ്. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ എനർജി കൺസർവേഷൻ. ഇതിൽ ഓരോ 0 എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് വൺ, ന്യൂക്ലിയസ് റിമൈനിങ് റീകോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്. ബീങ് എ സിംഗിൾ പ്രോട്ടോൺ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, ബട്ട് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 10 ആണ്. ഇക്വേറ്റിംഗ് യു വിൽ ഗെറ്റ് HF1 ഈക്വൽ ടു 13.6, go to the other side, അത് 23.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ദിസ് ഇസ് എനർജി ഓഫ് ദ ഫസ്റ്റ് ഫോട്ടോൺ. സിമ്പിൾ. ഇനി പോസിട്രോണിയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദിസ് ഇലക്ട്രോൺ വിത്ത് കൈനറ്റിക് എനർജി 10, electron with this potential energy 0 is going to form this atom, positronium atom, and that is in the ground state. അപ്പോൾ അത് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി -6.28 ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ റെഡ്യൂസ്ഡ് മാസ്. സോ ദാറ്റ് ഈസ് നവർ സിസ്റ്റം. അപ്പോൾ അതിന് പൊട്ടൻഷ്യലും ഉണ്ട്, കൈനറ്റിക് ഉണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടാണ് -6.28. പ്ലസ് ഇറ്റ് ഈസ് ഹാവിങ് നോക്കൂ, ആ ആറ്റം റെസ്റ്റിലല്ല, ഇറ്റ്സ് മൂവിങ്. ആറ്റം ആസ് എ ഹോൾ ഈസ് മൂവിങ്. സോ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ കൈനറ്റിക് എനർജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 5 ഇലക്ട്രോൺ വോൾട്ടാണ്. പ്ലസ് ഇറ്റ് ഈസ് റിലീസിങ് ദ സെക്കൻഡ് ഫോട്ടോൺ HF2. ഓക്കെ, സോ വാട്ട് ഈസ് HF2 ഹിയർ? HF2 ഈസ് ഈക്വൽ ടു 10 + 6.28 - 5 ആണ്. ദിസ് വിൽ ഗിവ് യു 11.6. I'm sorry, this is not 6.28. I'm sorry, that was 6.8. So that was a mistake here. 6.8 ആണ്, half the energy of the hydrogen atom. Okay, so 6.8 minus 5, this will give you 11.8 electron volt. Now the difference ആണ് ചോദിച്ചത്, HF1 minus HF2 ആണ് ചോദിച്ചത്, and that is nothing but 23.6 minus 11.8 ആണ്, and that will give you 11.8 electron volt. So this is the energy difference between the two photons. അപ്പം ഈ മെക്കാനിക്സിൻ്റെയും ലൈക്ക് മോഡേൺ ഫിസിക്സിൻ്റെയും നല്ല ഒരു
കോമ്പിനേഷനാണിത്. അത് വളരെ ആ ഒരു മെക്കാനിസം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് അസംഷനെ ബേസ് ചെയ്തിട്ടാണ്, ബട്ട് സ്റ്റിൽ ഫിസിക്സിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മെക്കാനിസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നുന്നതാണ് ഫിസിക്സിൻ്റെ ബ്യൂട്ടി. താങ്ക് യു സോ മച്ച്.